ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ്. ഇപ്പം ജാം, ജെല്ലി, മെർമലൈഡ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ടോപ്പിക്സുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ സോലുബിൾ സോളിഡ് പ്രസൻറ്റ് ഇൻ ജാം ഈസ് ഓപ്ഷൻസ് 70%, 65%, 55%, 45%. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടി എസ് എസിനെയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ സോലുബിൾ സോളിഡ് എന്ന്, അല്ലേ? ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കൂ കേട്ടോ. TSS എന്ന് പറഞ്ഞാൽ ടോട്ടൽ സോലുബിൾ സോളിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ജാമിൻ്റെ കേസിൽ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ജാമിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 65% ആണ്. ജാമിൻ്റെ കേസിൽ എത്ര വരുന്നത്? 65% ആണ്. ഇനി ഈ ജാമിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഒന്നാമത്തെ കേസായാലും ഫ്രൂട്ട് പൾപ്പ് വരും. അത് ഏകദേശം 45% ആണ്. ദെൻ ടോട്ടൽ സോലുബിൾ സോളിഡ് എന്ന് പറയുന്നത് 65% ആണ്. ദെൻ അതിനകത്ത് ഫ്രൂട്ട് പൾപ്പിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45% ആണ്. ഇനി നമുക്ക് അറിയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ജെല്ലി ഉണ്ട്, അല്ലേ? ജെല്ലിയുടെ പ്രത്യേകത അതിൻ്റെ TSSഉം 65% ആണ്, ജാമിൻ്റെ പോലെ തന്നെയാണ്. മർമലൈഡ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മർമലൈഡിന് വരുന്നത് 65% ആണ്. ദെൻ പിന്നെ കുറേ ആൾക്കാരുണ്ട്. ക്യാൻഡിക്കാണെങ്കിൽ 75% ആണ് കേട്ടോ, ക്യാൻഡി. ദെൻ സ്ക്വാഷ്, അതിന് 45% ആണ് TSS വാല്യൂ പറയുന്നത്. സ്ക്വാഷ് നമുക്കറിയാമല്ലോ, അല്ലേ? പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല. സോസ് കെച്ചപ്പൊക്കെ അല്ലേ, അതിന് വരുന്നത് 25% ആണ്. സോസ്, കെച്ചപ്പ്, പിന്നെ ചട്നിക്ക് 50%. ഇത്രയും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ജെല്ലി ആണെങ്കിൽ 65 ആണ്, മെർമലൈഡ് ആണെങ്കിൽ 65 ആണ്, ജാമിനാണെങ്കിലും 65 ആണ്. പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞതിനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Yes, jam, jelly and marmalade is based on concentrating fruits to nearly -% solids. Options 20, 30, 70, 100. എന്താ ചോദിച്ചിരിക്കുന്നത്? ജാം, ജെല്ലി ആൻഡ് മർമലൈഡ്. ഇതിൽ എന്താ പറയുക, ഇതിന് ഒരു പ്രത്യേകത, അത് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുവാണ് ഫ്രൂട്ട്സ്, അല്ലേ? നിയർലി എത്ര പെർസെൻറ്റേജ് സോളിഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണെന്നറിയോ? യെസ്, 70% ആണ് വരുന്നത്. ഈ ഫുഡ് പ്രിസർവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റിംഗ് ഫ്രൂട്ട്സ് ടു നിയർലി 70% ആണ്. അത് ഓർത്ത് വയ്ക്കുക. അതായത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ സ്പോയിലേജ് ഓർഗാനിസം ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രോത്ത് ഇല്ലാതാക്കാനൊക്കെ പറ്റും ഇങ്ങനെ കോൺസെൻട്രേറ്റിംഗ് പ്രോസസ്സ് വഴി. അതായത് ഷുഗർ അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വഴിയാണ് നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഷുഗറിൽ ഇട്ടേക്കുക, അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഷുഗർ അപ്ലൈ ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുക, ആ രീതിയിൽ. പിന്നെ ഹൈ ഓസ്മോട്ടിക് പ്രഷറൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? ഓസ്മോട്ടിക് പ്രഷറാണ്. ഹൈ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഷുഗർ ക്രിയേറ്റ്സ് അൺഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഇപ്പോൾ ഈസ്റ്റ്, മോൾസ്, ബാക്ടീരിയ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സ്പോയിലേജിന് കാരണമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സ്പീഷീസിനൊന്നും വളരാനായിട്ട് പറ്റില്ല. മാത്രമല്ല, ഇതിൻ്റെ ഇങ്ങനെ കോൺസെൻട്രേറ്റിംഗ് ഫ്രൂട്ട്സ് ടു സോളിഡ്സ് ആ ഒരു രീതിയിൽ 70% നമ്മളങ്ങനെ ചെയ്യുമ്പോൾ വാട്ടർ ആക്ടിവിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, അല്ലേ? ആ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മൈക്രോബിയൽ സ്പോയിലേജും ഡിക്രീസ് ചെയ്യും. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which preservative is used in jelly making? Options: sugar, pectin, sulfate, sulfur dioxide. ആൻസർ എന്താ വരുന്നത്? ഷുഗർ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏതാണ്? ജെല്ലി മേക്കിങ്ങിൻ്റെ കാര്യമാണ്. ജെല്ലി എന്ന് പറഞ്ഞാൽ ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള
ഫുഡിൽ പെട്ട ഒരു ഐറ്റമാണ് അല്ലേ, സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ ഫ്രൂട്ട് ജ്യൂസൊക്കെ എടുത്തിട്ട് സ്വീറ്റൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വേറെയും കുറച്ച് സബ്സ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ജെല്ലി ഉണ്ടാക്കുന്നത്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെക്റ്റിനാണ്. പെക്റ്റിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ ഈ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഈ പെക്റ്റിൻ എന്ന് പറയുന്നത്. ഈ സെൽ വോളിലെ സെൽസിനെ ഉണ്ടല്ലോ, സെൽസിനൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കാനൊക്കെ തിക്നെസ്സിൽ വ്യത്യാസം വരുത്താനൊക്കെ പെക്റ്റിൻ യൂസ് ചെയ്യും. കട്ടി എത്ര വേണം, കൂടുതൽ വേണോ കുറവ് വേണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആളാണ് പെക്റ്റിൻ. സൾഫേറ്റിന് അറിയാലോ, നാച്ചുറൽ മിനറൽ ആണത് അല്ലേ. അത് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. പല ഫുഡിലും അഡിറ്റീവായിട്ട് മൈക്രോബിയൽ സ്പോയിലേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സൾഫേറ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ സൾഫർ ഡൈ ഓക്സൈഡ്, അതൊരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്, കളർലെസ് ആണ്, പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി പെക്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത്, പെക്റ്റിൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദ മെയിൻ റോൾ ഓഫ് പെക്റ്റിൻ ഇൻ ജെല്ലി മേക്കിംഗ് ഈസ് ഓപ്ഷൻസ് സ്റ്റെയിനിങ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ്, കൊയാഗുലേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസ്, സ്വീറ്റനിങ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ്, കളറിംഗ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. എന്താ ആൻസർ വരുന്നത്? യെസ്, കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസ് കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കട്ട പിടിക്കില്ലേ ഇങ്ങനെ, അതാണ് നമ്മളിപ്പോൾ ഒരു കൊയാഗുലേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കലങ്ങിയിട്ട് കുറച്ച് കട്ടിയായിട്ട് മാറും അല്ലേ ഫ്രൂട്ട് ജ്യൂസ്. ആ ഒരു പർപ്പസിനാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. പെക്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയിലും ഒക്കെ ചേഞ്ച് വരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞ തിക്നെസ്സിലൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും. സെൽ വോളിലെ സെൽസിനൊക്കെ കുറച്ചുകൂടെ ചേർത്ത് വയ്ക്കാനായിട്ട് പെക്റ്റിൻ യൂസ് ചെയ്യാറുണ്ട്. ജാംസ്, ജെല്ലി, മർമലൈഡ്സ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് കൊയാഗുലേറ്റ്സ് ദ ഫ്രൂട്ട് ജ്യൂസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പെക്റ്റിൻ ഷുഗറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അധികം ആവാനും പാടില്ല, കുറവാവാനും പാടില്ല. അധികമായി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് മാറും. കൂടുതലായി കഴിഞ്ഞാൽ ഹാർഡാവും, കുറവായി കഴിഞ്ഞാൽ അതൊരു റണ്ണി നേച്ചറിലായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പെക്റ്റിൻ കറക്റ്റ് എമൗണ്ടിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് യൂസ്ഡ് കമേഴ്സ്യലി ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ജെല്ലി, ജാം ആൻഡ് മർമലൈഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ടു ഫോം എ തിക് ജെൽ ലൈക്ക് സൊല്യൂഷൻ. ഓപ്ഷൻസ് ഗ്ലൂക്കോസ്, ലാക്ടോസ്, പെക്റ്റിൻ, മാൾട്ടോസ്. എന്താ ചോദിച്ചിരിക്കുന്നത്? എന്തിൻ്റെ പ്രിപ്പറേഷൻ, ജെല്ലി, ജാം, മർമലൈഡിൻ്റെ പ്രിപ്പറേഷനിൽ കമേഴ്സ്യലി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരാളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എബിലിറ്റി ടു ഫോം എ തിക്ക് ജെൽ ലൈക്ക് സൊല്യൂഷൻ അല്ലേ. തിക്ക് ജെൽ ലൈക്ക് സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നത് ഏതാ? ഈസി ആയിട്ട് പറയാം, നമുക്ക് പെക്റ്റിനാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത്, വിച്ച് ഫ്രൂട്ട് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് മർമലൈഡ്? ലിച്ചി, ഗോവ, ഓറഞ്ച്, മാംഗോ. എന്താ മർമലൈഡ് എന്നറിയോ നിങ്ങൾക്ക്? അതായത് പോർച്ചുഗീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മർമലഡ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് മർമലൈഡ് എന്നുണ്ടായിട്ടുള്ളത് കേട്ടോ. മർമലഡ പോർച്ചുഗീസ് വേർഡാണ്. ഇതൊരു ഫ്രൂട്ടിൽ നിന്നും ജ്യൂസ് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ ഫ്രൂട്ടാണ് നമ്മുടെ ഓറഞ്ച്. ഇനിയിപ്പോൾ ഓറഞ്ച് തന്നെ വേണമെന്നൊന്നുമില്ല, സിട്രസ് ഫ്രൂട്ട്സ് ആണ് സാധാരണ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സിട്രസ് ഫ്രൂട്ട്സ്, അതിൻ്റെ പീല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലിയും ഫ്രൂട്ടും രണ്ടും ആഡ് ചെയ്യും. ഷുഗറും വാട്ടറും ഒക്കെ ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് ഒരു ജാമ പോലെ നമ്മളൊരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ അതിൽ കഷ്ണം പോലെ ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാൽ ഒരു തേന് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കട്ടിയിൽ ജാമ പോലെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് മർമലൈഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സും അതിൻ്റെ പീലുമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ജെല്ലി പോലെയാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊരു സിറപ്പിയാന്ന് പറയാൻ പറ്റില്ല, സ്റ്റിക്കിന്ന് പറയാം. കുറച്ച് സ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഗമ്മി ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് കൂടി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്രൂട്ട് ഫോർ മർമലൈഡ് മേക്കിംഗ് ഈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഓറഞ്ചാണ്. അപ്പോൾ ഇവിടെ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷൻ നോക്കുക നിങ്ങൾ, ബനാന, ജാമുൻ, മാൾട്ട, ബേൽ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഓറഞ്ചാണ്.
അല്ലേ? ഇപ്പോൾ ഇതേ ഇങ്ങനെ തന്നിരിക്കുന്നു. അപ്പം എന്തായിരിക്കും? ഇവിടെ ആൻസർ ഒരു പക്ഷേ ചിലർക്കൊക്കെ അറിയുണ്ടാവും. ഇതിൻ്റെ ആൻസർ വരുന്നത് മാൾട്ടയാണ്. കാരണം എന്താണെന്നറിയോ? ഈ മാൾട്ട എന്ന് പറയുന്നത് സ്വീറ്റ് ഓറഞ്ചിനെയാണ്, സ്വീറ്റ് ഓറഞ്ചിനെ വിളിക്കുന്ന പേരാണ് മാൾട്ട. അപ്പോൾ ഏത് ഓപ്ഷൻ വന്നാലും നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യനോട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പം മർമലേഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സ്വീറ്റ് ഓറഞ്ച് ആണ്. സിട്രസ് ഫ്രൂട്ട്സ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. മാൾട്ട എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ടാണ്. സിട്രസ് ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? കോവിഡ് വന്നപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. സിട്രസ് ഫ്രൂട്ട്സ് നന്നായി കഴിക്കണം. വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ സ്കർവി പോലെയുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. പിന്നെ മർമലേഡിൻ്റെ കേസിൽ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. സ്പാനിഷ് സെവില്ലെ അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. സാധാരണ വരാറുള്ളത് ഓറഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും അതിൻ്റെ പീലൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ജെല്ലി പോലത്തെ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മർമലേഡ് എന്ന് പറയുന്നത് കേട്ടോ. Which beverage is known for its probiotic benefits and aiding digestion? Options: orange juice, almond milk, green tea, kombucha. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? കൊമ്പൂച്ചയാണ് നമ്മുടെ ആൻസർ വരുന്നത്. കാരണം ഈ കൊമ്പൂച്ച എന്ന് പറയുമ്പോൾ അത് ഒത്തിരി പ്രോബയോട്ടിക്സ് ഉള്ള ഒന്നാണ് കേട്ടോ. പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ടീ പോലെ, മനസ്സിലായോ? ടീ എന്ന് പറയാം. നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നീർക്കെട്ടൊക്കെ വരില്ലേ? അത് തന്നെ. ഗ്രീൻ ടീയുടെ പോലത്തെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് തരുന്ന ഒരാളാണ് ഈ കൊമ്പൂച്ച ടീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഹൈ എമൗണ്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ മഷ്റൂം ടീ ഫംഗസ് എന്നൊക്കെ പറയും. കാരണം ഇതൊരു ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ആണ്. ഫെർമെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് ഈസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടീ ഉണ്ട്, ഷുഗർ ഉണ്ട്, അതുകൂടാതെ ബാക്ടീരിയ പ്രസൻ്റ് ആയിരിക്കും. ദെൻ ഫംഗസ് ഉണ്ട്. ഫെർമെൻറ്റേഷൻ വഴിയല്ലേ നടക്കുന്നത്, ഫെർമെൻറ്റഡ് ആയിട്ടല്ലേ ചെയ്യുന്നത്. സോ ഈ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രോസസ് ഈസ് കോമൺലി യൂസ്ഡ് ടു ക്രിയേറ്റ് റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ഓപ്ഷൻസ്: ഡീഹൈഡ്രേഷൻ, ഡീപ് ഫ്രൈയിങ്, റോസ്റ്റിംഗ്, ഫ്രീസ് ഡ്രൈ. കറക്റ്റ് ആൻസർ എന്താ? യെസ്, ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ മറ്റൊരു പേരാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, ലിയോഫിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലിയോഫിലൈസേഷൻ ഒരു ഡീഹൈഡ്രേഷൻ ടെക്നിക്കാണ്. ഇവിടെ സബ്ലിമേഷൻ ആണ് നടക്കുന്നത്. അത് ചോദിക്കുക, എന്ത് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്? എന്താ ഈ സബ്ലിമേഷൻ്റെ പ്രത്യേകത? നമ്മൾ ഐസ് ക്യൂബ് എങ്ങനെയാണ് മെൽറ്റ് ആവുന്നത്? വാട്ടറായിട്ട് മാറും അല്ലേ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറിയിട്ടാണ് ആവിയായിട്ട് മാറുന്നത്. പക്ഷേ ഡയറക്റ്റ് ഐസ് നേരെ ആവിയായിട്ട് മാറുന്ന പ്രോസസ്സ് വിത്തൗട്ട് ദ പ്രോസസ് ഓഫ് മെൽറ്റിംഗ് ഓഫ് വാട്ടർ അല്ലേ? വാട്ടർ ആവാതെ ഡയറക്റ്റ് ആയിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീസ് ഡ്രൈയിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലിയോഫിലൈസേഷൻ അല്ലെങ്കിൽ ക്രയോഡെസിക്കേഷൻ എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അത് അത്ര പരിചയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒരു എസ് ഉള്ളൂ കേട്ടോ, ക്രയോഡെസിക്കേഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? 2 സി ഉണ്ട്, ഒരു എസ്. ഓക്കെ, ക്രയോഡെസിക്കേഷൻ ആണ്. ലോ ടെമ്പറേച്ചർ ആണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചർ ആണ്, ഡീഹൈഡ്രേഷൻ പ്രോസസ്സാണ്, സബ്ലിമേഷൻ ആണ് നടക്കുന്നത്. റിമൂവിങ് ദ ഐസ് ബൈ സബ്ലിമേഷൻ അല്ലെങ്കിൽ സബ്ലിമേഷൻ്റെ പ്രത്യേകത ഇത് ഡയറക്റ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, അവിടെ വാട്ടറിൻ്റെ ഫോർമേഷൻ നടക്കാതെ തന്നെ. അതാണ് ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Which type of chutney is characterized by its use of fresh coriander, mint and green chilies as primary ingredient? Option: sweet chutney, spicy chutney, green chutney, coconut chutney. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് ടൈപ്പ് ചട്നിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? characterized by its use of fresh coriander, മല്ലിയില അല്ലേ, മിൻറ്റ്, പിന്നെ പുതിനയാണ് മിൻറ്റ്, അതുപോലെ ഗ്രീൻ ചില്ലി ഒക്കെ പ്രൈമറി ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏത് ചട്നിയാണ് ഉണ്ടാക്കുന്നത്? അത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ ആൻസർ എന്താ വരുന്നത് എന്ന് വെച്ചാൽ ഗ്രീൻ ചട്നിയാണ്. അപ്പോൾ ഈ ചട്നിയുടെ ക്വസ്റ്റ്യനൊക്കെ ഇവിടെ വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കേട്ടോ ചട്നി എന്നൊക്കെ പറയുന്നത്. ചട്നി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഫിഷ് ചട്നി വരെ ഉണ്ട്. കൊക്കനട്ട് ചട്നീനെ മാത്രമേ നമുക്ക് പരിചയം ഉണ്ടാവുള്ളൂ. പല തരത്തിലുള്ള ചട്നി ഉണ്ട്, അത് ഓരോ രാജ്യങ്ങളിൽ ഓരോ തരത്തിലാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ഉപയോഗിക്കുന്നത് കറി ലീവ്സ്, കൊക്കനട്ട് ചട്നി,
അതുപോലെ തന്നെ ടൊമാറ്റോ, ഓണിയൻ, എഗ് പ്ലാന്റ്, ഒക്ര, ഗാർലിക്, അംല എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക, അതൊക്കെ യൂസ് ചെയ്തിട്ട് പോലെ കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാറുണ്ട് അവർ. ഓരോ റീജിയൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ആസാമിൻ്റെ പ്രത്യേകത, അവിടെ മെയിനായിട്ട് കൊറിയാണ്ടർ യൂസ് ചെയ്തിട്ടാണ് ചട്നി ഉണ്ടാക്കുക കേട്ടോ. ആസാമിൽ കൊറിയാണ്ടർ, സ്പിനാച്ച്, ടൊമാറ്റോ ചട്നി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഗുജറാത്തിലാണെങ്കിൽ താമറിൻ്റെ, നമ്മളെ പുളിയില്ലേ, പുളി കൊണ്ടാണ് ഗുജറാത്തിൽ ചട്നി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഗുജറാത്തിൽ. പിന്നെ നമ്മുടെ ഹരിയാന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒണിയൻ ഗാർലിക് ചില്ലി ചട്നിയാണ്. ഹിമാചൽ പ്രദേശിൽ പേരക്ക വെച്ചിട്ടൊക്കെ ചട്നി ഉണ്ടാക്കും. കർണാടകയിൽ കോക്കനട്ട് ചട്നി ഉണ്ട്, അതുപോലെ ചനാദാലൊക്കെ വെച്ചിട്ട് ഒണിയൻ ചട്നിയും അതൊക്കെ ഉണ്ടാക്കും. കേരളത്തിൻ്റെ പ്രത്യേകത എന്താ, കോക്കനട്ട് ചട്നി, മിൻറ്റ്, ഉഴുന്നിട്ടിട്ട് അല്ലേ, അങ്ങനത്തെ ചട്നികളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ സീസെയിം സീഡൊക്കെ വെച്ചിട്ട് ചട്നി ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഒഡീഷയിലാണെങ്കിൽ കോക്കനട്ട്, മാംഗോ ചട്നി, ഓറഞ്ച് ചട്നി, ടൊമാറ്റോ ചട്നി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പഞ്ചാബിൽ പുതിന ഇട്ടിട്ട്, മിൻറ്റ് ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കും, ഒണിയൻ ചട്നി ഉണ്ടാക്കും, ടാമറിൻഡ് ചട്നി ഉണ്ടാക്കും, മാംഗോ ചട്നി ഉണ്ടാക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ കോക്കനട്ട് ചട്നി പല തരത്തിലുണ്ട്, കൊറിയാണ്ടർ, മിൻറ്റ്, ടൊമാറ്റോ, ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, പീനട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട്, ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ടിട്ട് അവർ ചട്നി ഉണ്ടാക്കും. തെലങ്കാനയിൽ കോക്കനട്ട് ചട്നി, പീനട്ട്, ലെമൺ ഒക്കെ വെച്ചിട്ട് തെലങ്കാനയിൽ ഉണ്ടാക്കും. ഉത്തർപ്രദേശിലൊക്കെ കൊറിയാണ്ടർ സീഡ്, ഗാർലിക് ഒക്കെയാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക. നെല്ലിക്ക ഇട്ടിട്ട് ചട്നി വയ്ക്കുന്ന വേറൊരു ആൾക്കാരാണ് വെസ്റ്റ് ബംഗാൾ. അങ്ങനെ ഒത്തിരി ചട്നി ഉണ്ട് കേട്ടോ, പലതരം, പല റീജിയനിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് FSO എക്സാം കഴിയുമ്പോൾ 1000 rupees ഒരു ഗിഫ്റ്റ് കൊറിയറായിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുവാണെങ്കിൽ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക്